ഹായ് ഓൾ ബിറ്റ്കോയിൻ ഏകദേശം $1,23,000 ടച്ച് ചെയ്തതിന് ശേഷം പ്രൈസ് ഒന്ന് ഡൗൺ ആയി. ഇപ്പോൾ കറന്റ് പ്രൈസ് നിൽക്കുന്ന 1,13,000 എന്ന് പറഞ്ഞ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബിറ്റ്കോയിൻ ഒരു ബിയർ മാർക്കറ്റിലോട്ട് കടന്നെന്ന്. ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം $1,50,000 ഒരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളുമാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലോട്ടുള്ള ഗോൾഡിൻ്റെയും ബിറ്റ്കോയിൻ്റെയും എൻ്റെ വ്യൂസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നേരെ നോക്കാം. ഓക്കെ, ഞാനിവിടെ ബിറ്റ്കോയിൻ്റെ 4 ഹവറിലെ ചാർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ഏരിയയിലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോക്കുവാണെങ്കിൽ പ്രൈസ് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലോട്ടായിരിക്കും നമുക്ക് നെക്സ്റ്റ് ഒരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുക. അത് പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്കൊരു ഓൾ ടൈം ഹൈ എക്സ്പെക്റ്റ് ചെയ്യാം. അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് വ്യൂസും കാര്യങ്ങളും. ആൻഡ് സെക്കൻഡ് വ്യൂസ്, പ്രൈസ് ഇവിടുന്ന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി പ്രൈസ് ഇപ്പോൾ കറണ്ട്ലി നിൽക്കുന്ന ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് ഇപ്പോൾ കറണ്ട്ലി പ്രൈസ് നിൽക്കുന്നത്. ആൻഡ് ഇനി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ, പ്രൈസ് അപ്സൈഡിലോട്ട് റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്, നേരത്തെ നമുക്ക് ഒരുപാട് തവണ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഏരിയ ഇപ്പോൾ കറണ്ട്ലി പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കതൊരു റെസിസ്റ്റൻസ് ആയിട്ട് പ്രൈസ് ആക്ട് ചെയ്യും. ആൻഡ് അത് ഏകദേശം 1,16,763 എന്ന് പറഞ്ഞ പ്രൈസ് മുതൽ 1,16,120 എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ച് വരെയാണ് നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉള്ളത്. അപ്പോൾ ആ ഒരു ഏരിയയിലോട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് ഞാൻ ഫസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് പ്രൈസ് അതും ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന അടുത്ത റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ ഓൾമോസ്റ്റ് ഒരു 1,20,446 മുതൽ 1,19,686 എന്ന് പറഞ്ഞ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലോട്ടാണ് നെക്സ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ പ്രൈസ് ഇപ്പോൾ കറണ്ട്ലി നിൽക്കുന്ന ഏരിയയിൽ നിന്ന് റിജക്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രീവിയസ് ഓൾ ടൈം ഹൈ ആയിട്ട് പ്രൈസ് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു നെക്സ്റ്റ് സപ്പോർട്ട് ഏരിയയിലോട്ടാണ്. ഓൾമോസ്റ്റ് ഒരു നല്ല രീതിയിൽ തന്നെ റെസിസ്റ്റൻസ് എടുത്ത ഒരു ഏരിയയാണ് ഇത്. 1, 2, 3 ഈ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 1,11,744 മുതൽ 1,10,556 എന്ന് പറഞ്ഞ ആ ഒരു സപ്പോർട്ട് ഏരിയയിലോട്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ നെക്സ്റ്റ് വീക്കിലോട്ടുള്ള ബിറ്റ്കോയിൻ്റെ വ്യൂസും കാര്യങ്ങളും. നിങ്ങൾ എന്താണ് നെക്സ്റ്റ് വീക്കിലോട്ട് ബിറ്റ്കോയിനിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കുക. ഇപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ബെല്ലൈക്കൺ ഓണാക്കി വെച്ചേരെ. അപ്പോൾ നമുക്ക് നേരെ ഗോൾഡിൻ്റെ ചാർട്ടിലോട്ട് പോകാം. ഞാനിപ്പോൾ ഗോൾഡിൻ്റെ 4 ഹവർ ടൈം ഫ്രെയിമിലെ ചാർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ വെച്ച് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പ്രൈസ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം ഒരു നെക്സ്റ്റ് സപ്പോർട്ടായിട്ടുള്ള ഏരിയ ഓൾമോസ്റ്റ് ഒരു 3,295 മുതൽ 3,279 എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് ഏരിയയിലോട്ട് നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാം. അവിടുന്ന് പ്രൈസ് സപ്പോർട്ട് എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ റിജക്ഷൻ കിട്ടി നേരെ ഡൗൺ സൈഡിലോട്ട് പോകാമെന്നായിരുന്നു നമ്മൾ വ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എക്സാക്ട്ലി പ്രൈസ് ഈ ഒരു ഏരിയയിലോട്ട് വന്നതിന് ശേഷം അവിടുന്ന് പ്രൈസ് സപ്പോർട്ട് എടുത്തതിന് അപ്സൈഡിലോട്ടാണ് മൊമെൻറ്റം തന്നേക്കണേ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സപ്പോർട്ടായിട്ടുള്ള ഒരു ട്രെൻഡ് ലൈനാണ് ഇത്. ഒരു ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഒരു സപ്പോർട്ടായിട്ടുള്ള ട്രെൻഡ് ലൈനാണ് ഇത്. ഇവിടെയായിരുന്നു പ്രൈസ് നിന്നുകൊണ്ടിരുന്നത്. ആൻഡ് ഇവിടുന്ന് പ്രൈസ് ഒന്ന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്കൊരു ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓക്കെ, ഇപ്പോൾ കറണ്ട്ലി പ്രൈസ് നിൽക്കുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു ട്രെൻഡ് ലൈനായിട്ടുള്ള ഈ ഒരു സപ്പോർട്ട് ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ആ ഒരു റെസിസ്റ്റൻസിനെ പ്രൈസ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ടാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം പ്രൈസ് ഇത് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏരിയയാണ്. പ്രൈസ് അതിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം അതിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല ആ ഒരു ട്രെൻഡ് ലൈനെ. ആൻഡ് വീണ്ടും പ്രൈസ് അതിനെ ബ്രേക്ക് ചെയ്തു. ആൻഡ് സ്റ്റിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മളൊരു വാലിഡ് ആയിട്ടുള്ള ട്രെൻഡ് ലൈനായിട്ട് കാണും. അതൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ഇനി ആക്ട് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന എൻ്റെ വ്യൂസും കാര്യങ്ങളും നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ടാണ് പ്രൈസ് ഇപ്പോൾ കറണ്ട്ലി പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 3,374 മുതൽ 3,365 എന്ന് പറഞ്ഞ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലോട്ടാണ് പ്രൈസ് ഇപ്പോൾ കറണ്ട്ലി പോകുന്നത്. അവിടുന്ന് പ്രൈസ് ആ ഒരു റെസിസ്റ്റൻസ് പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലോട്ടുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളുമാണ്. ഓൾമോസ്റ്റ് ഒരു 3,452 മുതൽ 3,431 എന്ന് പറഞ്ഞ ആ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. പ്രീവിയസ് ആയിട്ട് നമ്മൾ കുറേ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ ഇങ്ങോട്ടുള്ളൊരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളും നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് എൻ്റെ ഗോൾഡിൻ്റെ വ്യൂസും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിലോട്ടുള്ള ന്യൂസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കുവാണെങ്കിൽ മൺഡേ നമുക്ക് USDയിൽ ഒരു ന്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ആൻഡ് ട്യൂസ്ഡേ നോക്കുവാണെങ്കിൽ USDയിൽ ഒരു ന്യൂസ് ഉണ്ട്. 7:30 PM ISM സർവീസ് PMA എന്ന് പറഞ്ഞൊരു ഹൈ ഇമ്പാക്റ്റുള്ളൊരു ന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ
വെനസ്ഡേ നമുക്കൊരു ന്യൂസും കാര്യങ്ങളും ഇല്ല. ആൻഡ് തേഴ്സ്ഡേ നമുക്ക് ഒരു ന്യൂസ് ഉണ്ട്, ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് എന്ന് പറഞ്ഞ ന്യൂസ്. ആൻഡ് ഫ്രൈഡേയും നമുക്ക് ന്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അടുത്ത വീക്ക് ന്യൂസും കാര്യങ്ങളും കുറവാണ്. അതനുസരിച്ച് ട്രേഡും കാര്യങ്ങളും പ്ലാൻ ചെയ്യുക. ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ടു വൺ പ്ലാൻ, സ്റ്റിക്ക് ഓൺ ടു വൺ സ്ട്രാറ്റജി, ഫോളോ പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ്, യു വിൽ ബി സക്സസ്ഫുൾ. കഴിഞ്ഞ വീക്ക് നമ്മൾ ഏകദേശം 2 പേരെടുത്തായിരുന്നു. ഒരെണ്ണം ബ്രേക്ക് ഇവനും ഒരെണ്ണം ഏകദേശം $200 പ്രോഫിറ്റും ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അടുത്ത വീക്കിൽ ഒരു ഫണ്ടഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്തിട്ടാണ് ആ ഒരു 10 lakhൻ്റെ ആ ഒരു ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാവുന്ന ഒരു ചലഞ്ചാണ്. അതിൻ്റെ ഫുൾ ബ്രേക്ക് ഡൗൺ വീഡിയോ നമ്മൾ അടുത്ത വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ.